ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ മഞ്ജിമ ആകെ ദേഷ്യത്തോട് കൂടി തന്നെ റൂമിൽ പോയിരിക്കുകയാണ്. അവളുടെ കുഞ്ഞിനെ ഞാൻ കളയും പോലും, മഞ്ജിമടുത്ത് കളിച്ചാൽ ചിലപ്പോൾ കളഞ്ഞിരിക്കും എന്നൊക്കെ പണ്ട് പിറുപിറുത്തോണ്ടിരിക്കുകയാണ് മഞ്ജിമ റൂമിൽ. ആ സമയത്ത് സ്വപ്നവല്ലി അവിടേക്ക് വരുന്നുണ്ട്. വാതിൽ തുറന്ന് സ്വപ്നവല്ലി മഞ്ജിമ അടിച്ചു ചോദിക്കണ്ടേ, എടി നീ എന്താടി ഇഷിതടുത്ത് പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞത് അമ്മക്കറിയില്ലേ? നീ പറഞ്ഞോടി ആ കുഞ്ഞ് അവള് പ്രസവിക്കില്ല, ആ കുഞ്ഞിന് അവൾക്ക് ഇല്ലാതാവുന്നു. ഞാൻ എന്തിനമ്മേ അങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ നീ പറയണത് ഇഷിത നുണ പറഞ്ഞു എന്നാണോ? അതെ, അവൾക്കിനി എന്ത് വേണമെങ്കിലും പറയാലോ. അവള് പറഞ്ഞതല്ലേ നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുള്ളൂ. അമ്മേ, ആ കുഞ്ഞെന്ന് പറയണത് എന്റെ അനിയൻ മഹേഷിന്റെ കുഞ്ഞു കൂടിയാണ്. ആ കുഞ്ഞ് ഇല്ലാതാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുമോ അമ്മേ? പിന്നെ നീ എന്താടി അവൾ അങ്ങനെ പറയുന്ന അച്ഛനോട് പറഞ്ഞപ്പോ നീ അത് എതിർത്ത് പറയാതിരുന്നത്? ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലല്ലോ. പിന്നെ അമ്മ പറഞ്ഞ പോലെ തന്നെ ആ കുഞ്ഞ് ഇല്ലാതാവാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്. അത് വേറെ ആരുമല്ല, അത് അമ്മക്കാരാന്ന് അറിയാലോ. കാരണം അവളുടെ 2 മക്കളെ അവൾ പ്രസവിച്ചതാണ്. അവ മൂന്നാമതൊരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ സ്വത്തുക്കളൊക്കെ ഭാഗം വെച്ച് പോകുന്ന ടെൻഷൻ കാരണം അവര് ചിലപ്പോൾ കുഞ്ഞിനെ ഇല്ലാതാക്കായിരിക്കും. അത് ആരാണെന്ന് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എടി, അവളായിട്ട് നീ എങ്ങനെ കൂട്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്നെ തല്ലിക്കൊല്ലോടി എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ അടി വെച്ച് കൊടുക്കണം മഞ്ജുമയുടെ മുഖത്തിട്ട് സ്വപ്നം വലിയിട്ടോ. അമ്മ എന്നെ അടിക്കണമെങ്കിൽ അടിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ എല്ലാരും കൂടി പറഞ്ഞല്ലോ ഒരു കാര്യങ്ങള്. പിന്നെ നീ എന്താടി പറഞ്ഞത്? ഒരു കുഞ്ഞിനെ അവൾ പ്രസവിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഗർഭിണികളായാലും എല്ലാ പെണ്ണുങ്ങളും ആ കുഞ്ഞുങ്ങളെ പ്രസവിക്കണമെന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താടി എന്ന് സ്വപ്നയോട് ചോദിക്കുമ്പോ മഞ്ജു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താന്ന് അമ്മക്കറിയില്ലേ? കുഞ്ഞു പോകുമെന്ന്. നിനക്ക് അത്ര അഹങ്കാരം? നോക്കടി ഇഷിതേ, എന്റെ മരുമകളല്ല, മകളാണ്. ആ കുഞ്ഞിനെ പൂർണ്ണമായിട്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുക. അവൾ ആ കുഞ്ഞിനെ പ്രസവിക്കണ വരെ ഞാൻ അവളുടെ കൂടെ ഉണ്ടാവും. അതിന്റെ 7 അയലത്ത് നീ വന്നു പോരുത്. ഞാൻ അല്ലെങ്കിൽ മഞ്ജു ഒരു കുറവുകാരിയാണല്ലോ ഇവിടെ. ഞാൻ ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോയിക്കോളാം. അപ്പോ അത്രയും ഞങ്ങൾക്ക് സന്തോഷം. ഞാൻ ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലുണ്ടല്ലോ, എന്റെ ആത്മാവ് ഇവിടെ തന്നെ ഉണ്ടാകും, ശരീരം മാത്രമേ മുകളിലേക്ക് പോകുള്ളൂ. അമ്മക്ക് കാര്യം മനസ്സിലായോ? എന്നെ കൊന്നാലും ഞാൻ ഇവിടെ നിന്ന് പോയില്ലെന്ന്. പോയില്ലെങ്കിൽ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരിക്കണോടെ. ഇനി എന്തെങ്കിലും പറഞ്ഞോണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യും കിളവി എന്ന് ചോദിക്കാണ്. നീ എന്താണ് എന്നെ വിളിച്ചത്? അതെ, കിളവിന്ന്, തള്ള കിളവി എന്ന് പറയുമ്പോഴേക്കും നിന്നെ കാണിച്ചു തരാടി. ഇപ്പോൾ ഒറ്റ അടി വെച്ച് കൊടുക്കാണ്. എന്റെ ഇഷിതയുടെ 7 അയലത്ത് വന്നു പോകരുത് നീ എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജുവിനെ താക്കേ ചെയ്തിട്ട് സ്വപ്നം വലിയ അവിടെ നിന്ന് പോവാട്ടോ. മഞ്ജുമ അവളൊക്കെ തലോടിക്കൊണ്ടിരിക്കാഹു, ആ തള്ള എന്റെ മുഖത്തിട്ടടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കണ നമ്മുടെ പ്രിയാമണിനെയും അതുപോലെ തന്നെ സുചിത്രേനെയാണ്. അവർ രണ്ടുപേരും ഇഷിതയുടെ ഫ്ലാറ്റിലേക്ക് വന്നിരിക്കട്ടോ. വാതിൽ തുറക്കുമ്പോഴേക്കും സ്വപ്നവല്ലിയാണ്. വാ വാ, കേറി വാ എന്ന് പറയാണ്. അപ്പോ പ്രിയാമണി പറയണ്ട്, മാഷും അതുപോലെ തന്നെ അഷിതയും കുറച്ചു മുമ്പ് പോയുള്ളൂ അല്ലെ? അവരെന്നോട് പറഞ്ഞില്ലായിരുന്നു വന്ന കാര്യം. അവര് വന്നു, അഷിതയുടെ ക്ലാസ്സിന് തൊട്ടു മുമ്പ് വന്നിട്ടാണ് പോയത്. അതിനെന്താ നിങ്ങക്ക് വന്ന കുഴപ്പം? ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാലോ. വാ മോളെ ഇരിക്കി എന്നൊക്കെ പറഞ്ഞ സുചിത്ര അടുത്ത് പറയുന്നുണ്ട്. പ്രിയാമണിയുടെ കയ്യിൽ എന്താ? ഇത് കുറച്ച് നെയ്യപ്പമാണ്. ഉണ്ണിയപ്പമാണോ? അതെ. വേറെ ഒന്നും വേണ്ട ഇനി മഹേഷിന്. ഈ സാക്ഷാൽ മഹാഗണപതി കഴിഞ്ഞാലേ ഉണ്ണിയപ്പ പ്രിയൻ മഹേഷ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ എപ്പോഴും കളിയാക്കായിരുന്നു. അല്ല, മഹേഷ് ഇവിടെ ഇല്ലേ? അവൻ കമ്പനി പോയി, കുറെ നാളായാലേ പോയിട്ട്, മാസങ്ങളോളം ലീവ് എടുത്തല്ലേ. അതുകൊണ്ട് ഇന്നാണ് പോയത്. ഇഷ്യൂ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? കിടക്കുക, ഹോസ്പിറ്റലിൽ പോകണം വരെ കയറ് പൊട്ടിക്കായിരുന്നു. ഞാനും മഹേഷ് നിർബന്ധിച്ച് പറഞ്ഞു ഇനി കുറച്ച് ദിവസത്തേക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. പ്രിയാമണി പറയണ്ട്, ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോട്ടെ സ്വപ്നമ്മേ, അവൾക്ക് ഇവിടെ നിൽക്കേണ്ട കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണ കുഴപ്പമില്ലല്ലോ. എന്നാലും അങ്ങനെയല്ല, അവൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ, റെസ്റ്റ് ഒക്കെ എടുക്കട്ടെ, അതിനുശേഷം നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഇഷിത അങ്ങോട്ടേക്ക് വരും കേട്ടോ. അമ്മയും സുജിയോ? അല്ല അല്ല മോളെ, നിന്റെ മുഖം എന്താ ഇങ്ങനെ വല്ലാതിരിക്കണത് എന്ന് പ്രിയാമണി ചോദിക്കുമ്പോ, എനിക്കൊരു കുഴപ്പമില്ലമ്മേ. അല്ല, നിന്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമം പോലെ. അല്ല, അഷിതേച്ചിയും അച്ഛനും വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, മോളെ കണ്ടു, നല്ലൊരു ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല. എന്താ മോളെ? ഒന്നുമില്ലമ്മേ, ചോദിച്ചതേ ഉള്ളൂ. ഇവിടെ ഇരിക്കും മോളെ എന്ന് പറഞ്ഞിട്ട് ഇഷിതേനെ അവിടെ ഇരുത്തിയാണ് സ്വപ്നവല്ലി. എന്നിട്ട് പറയായിരുന്നു, ഞങ്ങളെ മഹേഷിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട് ഇഷിതടുത്ത്, ഇപ്പോൾ ഇവിടെ എന്റെ മരുമകളല്ലോ പ്രിയാമണി, സ്വന്തം മകളാണ്. എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും നമ്മുടെ പ്രിയാമണി പറഞ്ഞു, സ്വപ്നയുടെ വായിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനം. സ്വപ്നവലി പറയണ്ട, എനിക്ക് മുമ്പേ ഇവിടെ ഇഷ്ടമൊക്കെ ആയിരുന്നു. പിന്നെ ചില കാര്യങ്ങൾ വരുമ്പോൾ ഓരോന്നൊക്കെ ഏറ്റക്കുറിച്ചിലുള്ളവരെന്നൊക്കെ പറയുന്നേ ഉള്ളൂ. പക്ഷെ മനസ്സിലെപ്പോഴും ഇവള് മരുമകൾ എന്ന് പറഞ്ഞിട്ട് സ്വന്തം മകളാണ് എന്ന് മനസ്സിൽ എപ്പോഴേ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എന്നറിയാവോ. എന്റെ മോളിന് വിഷമിക്കാനൊന്നും പാടില്ലട്ടെ. മോളെ, അമ്മ മോൾക്കൊരു സമ്മാനം തരാം. വേണ്ടമ്മേ, അമ്മയുടെ സ്നേഹം മാത്രം മതി എനിക്ക്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. മോൾക്ക് ഒരു സമ്മാനം
സമ്മാനം തരണം, മോള് നല്ലൊരു സന്തോഷ വാർത്ത കേൾപ്പിച്ചേക്കണല്ലേ, അപ്പൊ മോൾക്കൊരു സമ്മാനം കൊടുക്കണം. ദേ ഇത് വിലപിടിപ്പുള്ള അമൂല്യ സമ്മാനമാ എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി നമ്മുടെ സ്വപ്നവലി അകത്തേക്ക് പോവാട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് മഞ്ജും അവിടെ നിൽക്കുന്നുണ്ട്. അമൂല്യ സമ്മാനമോ, ഈശ്വര ഈ തള്ളക്കളവി വല്ല ആധാരം ഇങ്ങനെ എടുത്ത് കൊടുക്കുമായിരിക്കോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ മഞ്ജുമ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയൊരു പെട്ടിയായിട്ടാണ് സ്വപ്നവലി വരുന്നത്. എന്നിട്ട് ഇഷിതടുത്ത് പറഞ്ഞു, മോളൊന്ന് എഴുന്നേറ്റിരിക്കുക. എന്തിനാമേ, എനിക്കിതൊന്നും വേണ്ടായിരുന്നു. അയ്യോ അങ്ങനെ പറയാൻ പാടില്ല മോളെ, അങ്ങനെ വായിന്ന് വരാൻ പോലും പാടില്ല. സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ വേണം ഈ സമ്മാനം സ്വീകരിക്കാൻ. ഇത് വെറും ഒരു സമ്മാനമല്ല, ഇത് പാരമ്പര്യമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു സമ്മാനമാണ്. രാമന്റെ വീട്ടുകാരുടെ സമ്മാനമാണ്. ആ കുടുംബത്തിലെ ആദ്യ മരുമകൾക്ക് അവരിത് കൊടുക്കുന്നത്. അവരിത് എനിക്ക് തന്നു. എനിക്ക് മൂത്ത മരുമകൾ ഒരുത്തി വന്നായിരുന്നു. പക്ഷെ ദൈവവും പിന്നെ അതുപോലെ തന്നെ ഈ ആഭരണത്തിന്റെ ശക്തിയും കൊണ്ടിട്ടായിരിക്കും ചിലപ്പോ എനിക്കിത് ആ രചനക്ക് കൊടുക്കാനേ തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സ് നിറഞ്ഞു, നിനക്ക് തരാൻ വേണ്ടി തോന്നുന്നുണ്ട്. എന്തുകൊണ്ടും നീ തന്നെ ഈ കുടുംബത്തിന്റെ ആദ്യ മരുമകൾ. മാത്രല്ല നീ ഇപ്പൊ കുഞ്ഞിനെ വയറ്റി ചുമക്കണ മുമ്പേ മഹേശ്വര 2 കുഞ്ഞുങ്ങളുടെ അമ്മയായിരുന്നല്ലോ നീ. ഇപ്പൊ മൂന്നാമത്തെ ഒരു കുഞ്ഞ് നിനക്കായി, അത്രയും ഞാൻ കരുതുന്നുള്ളൂ. ദേ ഈ മാല മോള് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ മാല ഇങ്ങനെ എടുക്കുവാട്ടോ. അത് കാണുമ്പോൾ എല്ലാവരും ഷോക്കായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അത് വലിയൊരു മാലയാട്ടോ. അത് കാണുമ്പോൾ മഞ്ജു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു മാല ഈ വീട്ടിലുണ്ടായിരുന്നു, എല്ലാം പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കായിരുന്നു അവര് എന്നൊക്കെ പറ്റി പെറുപെറുക്കുന്നുണ്ട് കേട്ടോ മഞ്ജുമ. അമ്മേ അത് പിന്നെ വേണ്ട വേണ്ട, ഒന്നും പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ മാല കഴുത്തിലേക്ക് ഇടുമ്പോഴേ നമ്മൾ ഒന്നും വിചാരിക്കാൻ പാടില്ല, സന്തോഷത്തോടെ സ്വീകരിക്കണം. അങ്ങനെയാണ് ഈ മാലക്ക് ഒരുപാട് കഥകളുണ്ട് മോളെ. അതുകൊണ്ട് ഈ മോള് കണ്ണടച്ച് ഈ മാല വാങ്ങിക്കണം എന്ന് പറയണം. ഞാൻ തന്നെ മോളുടെ കഴുത്തിലേക്ക് ഇതിട്ട് തരും എന്ന് പറഞ്ഞിട്ട് സ്വപ്നവല്ലി ആ മാല ഇഷിതയുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇഷിത കണ്ണ് നിറഞ്ഞ് സ്വപ്നവല്ലിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. സ്വപ്നവല്ലിയും കെട്ടിപ്പിടിക്കാട്ടോ ഇഷിതേനെ. ആ സമയത്ത് പ്രിയാമണിയുടെ ഒക്കെ കണ്ണ് നിറയുന്നുണ്ട്. സ്വപ്നവല്ലി പറയുന്നുണ്ട്, മോളെ ഇഷിതേ, ഇനി നീ ഇങ്ങനെ വിഷമിച്ച് കണ്ണ് നിറയാൻ പാടില്ല. സന്തോഷത്തിന്റെ കണ്ണീര് മാത്രമേ നിനക്കിനി വരാൻ പാടുള്ളൂ എന്ന് പറയാണ്. അപ്പൊ ഇഷിത കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട്. എന്നിട്ട് സ്വപ്നവല്ലി പറയുന്നുണ്ട്, മോളൊരു കാര്യം ചെയ്യ്, ഈ മാല ഇട്ടിട്ടില്ലേ, മോളൊരു കാര്യം ചെയ്യ്, ഒന്ന് കണ്ണാടി പോയി മോളൊന്ന് നോക്ക്. ഇതുവരെ കണ്ട് ഇഷിത തന്നെ ആയിരിക്കില്ല ഇന്ന് മോള് കാണാൻ പോണത്. മോൾക്കൊരു പ്രത്യേക ധൈര്യവും ഒരു പ്രത്യേക തന്റെയും ഒക്കെ വരും. മോള് പോയി നോക്ക്. ശരി എന്ന് പറഞ്ഞിട്ട് ഇഷിത അകത്തേക്ക് പോവാണ്. ആ സമയത്ത് പ്രിയാമണി പറഞ്ഞ സന്തോഷമായി സ്വപ്നവല്ലി, ഒരുപാട് സന്തോഷമായി പ്രിയാമണി. നമ്മൾ തമ്മിൽ ഒരുപാട് അടികൂടിയിട്ടുണ്ട്, ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട്. പക്ഷെ ഇനി അത് ഒരിക്കലും എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല കേട്ടോ എന്ന് സ്വപ്നവല്ലി വരുമ്പോ പ്രിയാമണി പറയണ്ടേ, എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. എന്റെ മോളെ സ്വപ്നം ഇങ്ങനെ സ്നേഹിക്കണെ കാണുമ്പോൾ എനിക്ക് ഇതിനേക്കാളും വലുതായിട്ട് ഇനി വേറെ ഒന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോഴേക്കും സ്വപ്നവല്ലി പ്രിയാമണിനെ കെട്ടിപ്പിടിക്കാണ്. പ്രിയാമണി സ്വപ്നവല്ലിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ മഞ്ജുമക്ക് ദേഷ്യം വരുവാണ്. അതിനുശേഷം മഞ്ജുമ നേരെ പോണത് ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി രചനയുടെ അടുത്തേക്കാട്ടോ. രചന അടുത്ത് പറയണ്ടോ, അവിടുത്തെ ആഘോഷമൊക്കെ ഒന്ന് കാണണം. മരുമകൾ അമ്മായിമ്മനെ സ്നേഹിക്കുന്നു, അമ്മായിമ്മ മരുമകളെ സ്നേഹിക്കുന്നു, മരുമകളുടെ അമ്മേനെ രണ്ടു തമ്മിൽ ഭയങ്കര കൂട്ടായി. മുമ്പ് മുഖത്തോട് മുഖം നോക്കാത്തതാ പ്രിയാമണിയും അതുപോലെ തന്നെ എന്റെ അമ്മയും. ഇപ്പൊ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിന്നിട്ട് സംസാരം പോലും എനിക്കിതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. നിനക്ക് ഇഷിതയുടെ കുഞ്ഞെ ഇല്ലാതാക്കാൻ പറ്റില്ലേ മഞ്ജുമേ എന്ന് ചോദിക്കുമ്പോ, അല്ല ജ്യൂസിൽ ഇതിന്റെ പൊടിയൊക്കെ കലക്കിയിട്ട് എന്റെ രചനെ ജ്യൂസും കാര്യങ്ങളൊക്കെ അമ്മ നേരിട്ട് അവളെ ഏൽപ്പിക്കണത്, എനിക്കതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല. അത് മാത്രല്ല, അപ്പോ നിനക്ക് സ്റ്റെപ്പിൽ നിന്ന് എങ്ങനെ തള്ളിയിടാൻ പറ്റില്ലേ? അതെങ്ങനെയാ? ഫ്ലാറ്റിൽ എവിടെയാ സ്റ്റെപ്പ് ഉള്ളത്? അതും പറ്റില്ല. അവൾ ഏത് ഡോക്ടറെ കാണിക്കണേന്ന് അറിയാൻ പറ്റുമോ എന്ന് രചന ചോദിക്കുമ്പോഴേക്കും മഞ്ജിമ പറയുന്നുണ്ട്, ഡോക്ടറെ കണ്ടിട്ടും കാര്യമൊന്നുമില്ല. ഡോക്ടർ ദേവികരെ പോലത്തെ എല്ലാ ഡോക്ടർമാരും കൈക്കൂലിക്കാരല്ലല്ലോ. ഷോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം മഞ്ജുമേ, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. നീ ഈ സന്തോഷത്തിന് നീ ഈ പൈസ പിടിക്കുക, എന്നിട്ട് എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തതാ, അല്ലെങ്കിൽ എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കും. പൈസക്ക് ആവശ്യമുള്ളതുകൊണ്ടിട്ടാണോ രജനെ ഞാൻ ഈ പൈസ വാങ്ങിക്കുന്നത്? നിന്റെ സന്തോഷത്തോടെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രചന അവിടുന്ന് പോവാട്ടോ. മഞ്ജുമ സന്തോഷത്തോടെ ആ പൈസ എണ്ണിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. നാളത്തെ പ്രൊമോയിലാണെന്നുണ്ടെങ്കിൽ ആദ്യനെ കുത്തിത്തിരിപ്പ് കയറ്റുവാണ്. ആകാശും രചനയും കൂടി ചേർന്നിട്ട് ആകാശും രചനയും ആദ്യടുത്ത് പറയുന്നുണ്ട്, നോക്ക് മഹേഷിന്റെ ആദ്യ മകൻ നീയല്ലേ, ഇഷിതക്ക് ഒരു കുഞ്ഞാവാൻ പോകുന്ന കാര്യം മഹേഷ് നിന്നോട് പറഞ്ഞു? അല്ല, ഇഷിത നിന്നോട് പറഞ്ഞു? ഇല്ലല്ലോ. അപ്പൊ അവരത്ര വിലയെ നിനക്ക് തരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആദ്യയുടെ മനസ്സ് മാറ്റുക കേട്ടോ. അതിനുശേഷം ഇഷിതക്ക് ജ്യൂസ് കൊടുക്കുകയാണ് നമ്മുടെ സ്വപ്നവല്ലി രാമനാഥനും കൂടിയിട്ട്. അത് കാണുമ്പോൾ മഞ്ജുമ ചോദിക്കുന്നുണ്ട്, അല്ല ഇഷിത നീ ഏത് ഡോക്ടറെ കാണാൻ പോകുന്നത് എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോഴേക്കും ഇഷിതക്ക് ഷോക്ക് ആവാട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ ടേക്ക് കെയർ, ബൈ ബൈ.